അമ്മമാരിക്കേയും കൂടെ ഇത് നടക്കുക. നമ്മളെ എവിടെയെല്ലാം പിടിച്ചിട്ട് കാശ് വാങ്ങിക്കാൻ ഉണ്ടാക്കി നടക്കുക. 18 ദിവസമാ മയക്കിയിട്ട് വാങ്ങിച്ചത് കാശെല്ലാം അടിച്ചു മാറ്റിയത്. 18 ദിവസങ്ങളാ കൊണ്ടിട്ട് മയക്കിക്കൊണ്ടിട്ട് അടിച്ചു മാറ്റുന്നത്. കാശ് അടിച്ചു മാറ്റി നടക്കുക. ഇങ്ങനെ കാശും അടിച്ചു മാറ്റി നടക്കുക. ഇവരുമാര് എന്തൊക്കെയാണ് നടക്കുന്നത്? വേറെ അടിച്ചു പൊളിച്ച് കയറുക, പോലീസുകാരെ വിളിച്ചുകൊണ്ട് വന്നു. അത്രയൊക്കെ പാടില്ല ഇവരുമാര്. പിന്നെ ആളുകൾ കുറെ കൂട്ടുകാരെ പിടിച്ചുകൊണ്ട് വരിക, നമ്മളെ പിടിച്ചുകൊണ്ട് പോകുക. അങ്ങനെ പല പല വേദനകൾ ഇവരുമാർക്ക് കയ്യിലുള്ളത്. ഇവരുമാർക്ക് ചില്ലറ രോഗം ഇവരുമാർക്ക് ചില്ലറ രോഗം ഇവരുമാർക്ക് ഇവരുമാരിങ്ങനെ നടക്കുക. കൊന്നും കൊലവിളിച്ചും കാശുണ്ടാക്കി നടക്കുക. ഒരു പാവപ്പെട്ട ബ്രാഹ്മണനെ കൊന്നു കൊലവിളിച്ചേച്ച് പിന്നെ റീനു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കൊച്ചിനെയും കൊന്നു കൊലവിളിച്ച് റീനു എന്റെ നേരെ ആക്കിയേക്കുവാ, എന്റെ നേരെ തിരിഞ്ഞേക്കുവാ. എന്റെ നേരെ തിരിഞ്ഞേക്കുവാ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ. എന്നെ ഇനി കൊല്ലണം, എന്നെ എന്റെ കൊച്ചിനെ കൊന്നേച്ച് ഇതെല്ലാം കൂടെ അടിച്ചു മാറ്റണം എന്ന് പറഞ്ഞ് നടക്കുക കുറെ എണ്ണം, കുറെ ആൾമാരും അമ്മമാരും. ഇങ്ങനെ നടക്കുക കുറെ ആൾമാരും അമ്മമാരും. 3 കോടി 4 കോടിയൊക്കെ വേണമെന്ന് ഇങ്ങനെ അടിച്ച് കൊണ്ടുപോയി മയക്കെല്ലാം ഇട്ട് വടക്കരെ സുബ്രഹ്മണ്യന് 3 കോടിയാക്കി ചെരിപ്പാളെ എങ്ങാണ്ട് കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവന്മാർക്ക് വേണമെന്ന് 3 കോടി എന്നെ വെച്ച് റെഡിയാക്കി വെച്ച് 3 കോടി സ്വത്ത് മുതലെല്ലാം അടിക്കണമെന്ന് ഇവർക്ക് ഇങ്ങനെ നടക്കുക. എന്റെ സ്വത്ത് മുതലൊക്കെ അടിക്കാൻ വിറ്റുവരക്കെല്ലാം തയ്യാറായി ഇരിക്കുക. എന്നെ കൂടെ വകവരുത്തി ഇവര് പോകാൻ ഇവിടെ കണ്ടല്ല. എന്നിങ്ങനെ സ്വത്തും മുതലെല്ലാം വിറ്റുവരത്തി ഇങ്ങനെ ഇരിക്കായി, എല്ലാം വിറ്റുവരത്തി ഇങ്ങനെ ഇരിപ്പാ റെഡിയായിട്ട് ഇരിക്കായി. നീ എന്നെ കൂടെ ഒന്ന് വകവരുത്തിയാൽ മതി. പിന്നെ എന്റെ കൊച്ചിനെയും കൂടെ വകവരുത്തിയാൽ ഇതങ്ങ് പോകാം. പാലക്കാട് ദേശത്തോട്ട് ഇവര് പോകാം. കാട്ടിലോട്ട് അരിങ്ങാനത്തെ കാടൊക്കെ ഉണ്ട് പാലക്കാട്, അവിടോട്ട് പോകാനേ വരും. 18 ദിവസം നമ്മളെ കൊണ്ടുവന്ന് മയക്കിയിട്ട് കാശടിച്ചത്. COP വരത്തില്ല. അപ്പൊ എന്നോട് ഇവര് ഞാൻ വക്കീലന്മാരോട് ഈയിടയ്ക്കെന്ന് പറയുമ്പോൾ അതെന്താ പറയാ COP തരട്ടെ. COP തരാതിരിക്കാൻ ഏതവനാണ് കൂട്ടേല്, ഏതവനാ COP തരട്ടെ അവൻ ചോദിക്കുക. COP തരാതിരിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഞാൻ കാശടിക്കണം. COP ഒന്നും കിട്ടിയില്ല, COP കിട്ടാത്ത ഇതുകൊണ്ടാ അതൊക്കെ വരുത്തി പട്ടാന്ന് പറഞ്ഞ് വരുത്തിയല്ല. കാശ് 3 കോടിയൊക്കെ വാങ്ങിച്ചങ്ങ് പുട്ടടിക്കാമെന്ന വിചാരം. വിചാരപ്പണിക്കാരനും BJPക്കും എല്ലാം കൂടെ പുട്ടടിച്ച് വീർക്കാവുന്ന രാജമ്മയ്ക്കും കുറെ ആൾമാരുണ്ട്. ഇങ്ങനെ പുട്ടടിച്ചങ്ങ് വീർക്കാന്ന് പറഞ്ഞ് നടക്കുക ഇവന്മാര്. 3 കോടിയൊക്കെ അങ്ങ് വാങ്ങിച്ച് ഇതുപോലെ 3 കോടിയൊക്കെ വാങ്ങിച്ച് ഞാൻ പറഞ്ഞ് COP വരാൻ വയ്യെങ്കിൽ നീ എഴുതി തരാനും. COP തരാൻ പറ്റാത്ത റീസൺ എന്തുവാണ്? അപ്പോഴത്തേനും വളരെ നാളെ COP റെഡിയാക്കി വെച്ചേക്കാം. അന്നേരം വരെ കമ്മിറ്റിയില്ലെന്നായിരുന്നു. കമ്മിറ്റിയില്ല, കുറെ നാളുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് കമ്മിറ്റിയില്ല. 2019 COPക്ക് കൊടുത്തതാ. അന്ന് പറഞ്ഞ കമ്മിറ്റിയില്ലെന്ന് പറഞ്ഞത്. കമ്മിറ്റിയില്ല വെക്കുമ്പോഴെല്ലാം കമ്മിറ്റിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എഴുതി കൊടുത്തു. ഞങ്ങള് എഴുതി ഞങ്ങളെ കോടതിയോട് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് നാളെ COP തരാമെന്ന്. അപ്പൊ കമ്മിറ്റിയുമായി എല്ലാം ആയി. ഇങ്ങനെ നടക്കുക. ബാർ കൗൺസിൽ, കേരള ബാർ കൗൺസിൽ വരെയാ ഇവിടുമാരെ വേലയും കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇവിടുമാർ എവിടെല്ലാം പോകുന്നു ആലോചിച്ചോളെ. ഇവിടെല്ലാം റിയാരാജി എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റിനെ കൊണ്ടല്ല റെഡിയാക്കിയായിരുന്നു. മജിസ്ട്രേറ്റിന്റെ അടുത്തവര് ബാർ കൗൺസിൽ കയറി ചെന്ന് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ ഈ മജിസ്ട്രേറ്റിനെ പുല്ല് മജിസ്ട്രേറ്റിനെയാണോ പറ്റാത്തത്? നാളെ ഇരിക്കുന്ന വന്ന മജിസ്ട്രേറ്റിനെ ഒരു 7 മാസം മാത്രം ഇതുള്ള വന്ന മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കാനാണോ ഇവർക്ക് പറ്റാത്തത്? അപ്പൊ കാണുന്നില്ലയോ മജിസ്ട്രേറ്റുമാരെ വലിയ വലിയ ജഡ്ജിമാരെ എല്ലാം കളകൾ വരുന്നത്? കള്ളന്മാരെ നോട്ടും എല്ലാം വാങ്ങിച്ച് ചെയ്യുന്ന കള്ളങ്ങളെല്ലാം ഇങ്ങനെ നടക്കുക. പല കള്ളങ്ങളുമായിട്ട് നടക്കുക. ഇങ്ങനെ നമ്മളെ കുറയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുക കുറെ ആൾമാരും അമ്മമാരും. 3 കോടി 4 കോടിയൊക്കെ വേണം. കോടികളുടെ പുറത്ത് ഇരിക്കണം എല്ലാവർക്കും. കോടികളുടെ പുറത്ത് ഒരുപാട് കോടികളുടെ പുറത്ത് ഇരിക്കണമെന്ന്. കോടികൾ ഇത് രാജകീയമായിട്ട് താമസിക്കണമെന്ന്. രാജകീയമായിട്ട് കോടികളുടെ പുറത്തോട്ട് ഒക്കെ ഇരിക്കണമെന്ന് ഇവർക്ക്. ഒന്ന് കോടികളുടെ പുറത്ത് ഇരുന്നില്ല ഒക്കത്തില്ലെന്ന്. കോടികൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് 3 പെണ്ണുങ്ങളുണ്ടോ? 3 പെണ്ണുങ്ങള് തള്ളച്ചിയും 2 മക്കളില്ലയോ? വേശ്യാപ്പണിക്കായിരുന്നു കോടികൾ കിട്ടും. വേശ്യാപ്പണിക്ക് ഇറങ്ങിയാൽ നല്ല കോടികൾ കിട്ടും. വേശ്യാപ്പണിക്ക് ഇറങ്ങി 3 പെണ്ണുങ്ങളില്ലയോ പാലക്കാട്ട്? ഇവിടെ 2 മക്കള് വേശ്യാപ്പണി ഏരി. നല്ല പൈസ കിട്ടും നിനക്കൊക്കെ. നല്ല പൈസ കിട്ടും നിനക്ക്. നല്ല പോലെ നല്ല പൈസ കിട്ടും. വേശ്യാപ്പണി ഏത് കോടികൾ ഉണ്ടാക്കുക. കണ്ടവരെയൊന്നും പിടിച്ചു വരയ്ക്കാൻ നടക്കാറ്. നല്ല വലിയ ഇടുക്കിക്ക് വരുമ്പോൾ കൊളക്കാരക്കാരെ കൊണ്ട് നടന്ന കൊട്ടക്കാരൻ അടീസിനെ കൊണ്ട് നല്ല വലിയതാ. ഇനി വരുമായിരുന്നു ഇടുക്കിക്ക് ആരുണ്ട് കൊട്ടയുടെ മുമ്പ് കൊളക്കാരക്കാരനെ കൊണ്ട് ഇവിടെ എല്ലാം നടത്താറുണ്ട്. ഒരു സീനായിട്ട് പോക്കുമല്ല. നല്ല വലിയതാ അവർക്ക്. അതുപോലെ പിന്നെ മാർത്താണ്ഡത്തുകാരന്റെ താരിയും മോതിരം എല്ലാം വാങ്ങി
വനിതാ വൈദ്യുതിയായി തുണി മാറ്റി കൊടുക്കുന്നത്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ പാർലമെന്റിന്റെ കെട്ടിട രജിസ്റ്റർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്